ആര്യസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട മാത്രം മതി ഇതിലേക്ക്. പാൻ ബീറ്റർ കൊണ്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. ഇനി ഇതിലേക്ക് നമ്മൾ വാനില എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് 1 കപ്പ് മൈദയാണ്. അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഇട്ട് മിക്സാക്കിയതിന് ശേഷം 2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പോളം മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുപ്പ് മുന്തിരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി അലൂമിനിയം ഫോയിൽ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് വെക്കണം, തട്ടിക്കൊടുക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. ഇതിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. 45 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഓവൻ ഇല്ലാത്തവർ അടികട്ടിയുള്ള പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളെ കേക്കെല്ലാം നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. നമ്മൾ രുചികരമായ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ. കേക്ക് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.